പ്രിയമുള്ളവരെ, മാത്സ് സ്പേസിലേക്ക് സ്വാഗതം. മാത്സ് സ്പേസ് ഗണിത പ്രപഞ്ചമാണ്, ഗണിത ലോകമാണ്. മാത്സ് സ്പേസിൻ്റെ യൂട്യൂബ് ചാനല് ഗണിത സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഗണിതം നമ്മളെ സംബന്ധിച്ച് കേൾക്കുമ്പം തന്നെ അറിയാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുള്ള പ്രയാസം പിടിച്ച ഒന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്കറിയാൻ പറ്റും, ഗണിത സംബന്ധമായിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ വളരെ കുറവാണ്. നീണ്ട 40 വർഷക്കാലത്തെ പ്രവൃത്തി പരിചയമുള്ള എനിക്ക്, എന്നെ സംബന്ധിച്ച് പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം ആണ് ഈ യൂട്യൂബ് ചാനൽ. വ്യക്തിഗതമായിട്ട് നോക്കുമ്പം ഗണിതം ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് മാറ്റിയെടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ അവസാന ഉത്തരമാണ് മാത്സ് സ്പേസ്. വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും ഗണിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗണിതം ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ടുള്ള രീതിയിലാണ് മനുഷ്യർ മുഴുവൻ ഈ ഭയത്തിൽ എത്തിയിട്ട് ഗണിതം പഠിക്കാതിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് ഗണിതം അങ്ങനെ ആവുന്നത്? ഗണിത പ്രപഞ്ചം നമ്മൾ ചിന്തിക്കുമ്പോൾ ഗണിതം ഉപയോഗിക്കപ്പെടുന്ന ഒരു അവസരമുണ്ട്. നമ്മളെ സംബന്ധിച്ച് കുറച്ച് ആളുകളെ കണ്ടുപിടിക്കാനായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അകത്ത് ഗണിതം കൃത്യതയോടെ ഒരു പരീക്ഷാ സമ്പ്രദായമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് ഗണിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം മത്സര പരീക്ഷകളിൽ ഒരാളെ ഫിൽട്ടർ ചെയ്യാനായിട്ട് എല്ലാ വേദികളും ഉപയോഗിക്കുന്നത് ഗണിത പരീക്ഷയാണ്. ഇപ്പം ഗണിതം എന്തിനു പഠിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഗണിതം എവിടെ ഉപയോഗിക്കുന്നു എന്നത് തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. നിങ്ങൾക്കറിയാൻ പറ്റും, ഒരുപാട് മത്സര പരീക്ഷകളിൽ ഗണിതം ഒരു മുഖ്യ വിഷയമായിട്ടാണ് നിൽക്കുക. അവിടെ നമ്മുടെ പ്രാഥമിക രൂപത്തിൽ വരാൻ പറ്റാത്ത കാര്യങ്ങൾ ചേർക്കാനും അതിലൂടെ കുട്ടികളെ ഫിൽട്ടർ ചെയ്യാനും പറ്റുന്ന ഒരു മത്സര ഉപാധി ആയതുകൊണ്ടാണ് ഒരു പരിധിവരെ നമ്മൾ ഈ കാണുന്ന ഗണിതത്തിൻ്റെ പ്രതിസന്ധി. എന്നാൽ അതാണോ ഗണിതം? ഗണിതം അതല്ല. ഗണിതം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരു കാര്യത്തെ കണ്ടിട്ട് അതിനെ വേണ്ട വിധം അനലൈസ് ചെയ്യാനും അതിനുശേഷം യുക്തമായ ഒരു തീരുമാനത്തിൽ എത്തിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ബ്രെയിൻ വർക്കാണ്, ബുദ്ധിയിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ എല്ലാ ജീവിത പ്രവർത്തനങ്ങളിലും ഉണ്ട്. പാചകം ചെയ്യുന്നിടത്തുണ്ട്, ഡ്രൈവിങ് ചെയ്യുന്നിടത്തുണ്ട്, വലിയ ആർക്കിടെക്ട് വള്ളം നിർമ്മാണത്തിനുണ്ട്. ഏത് പ്രവർത്തനം നിങ്ങൾ എടുക്കുമ്പോഴും ഗണിതമില്ലാതെ ഒന്നില്ല. ആ ഗണിതത്തിൻ്റെ മികവാണ് ആ പ്രവർത്തനത്തെ ഏറ്റവും ഗംഭീരമാക്കി മാറ്റുന്നത് എന്ന് ആർക്കാണ് അറിയത്തില്ലാത്തത്? ഈ ഗണിതം എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാലോ, കണക്ക്. അത് പ്രയോഗിക്കാത്ത ഇടം എവിടെയാണ് ഉള്ളത്? നമ്മുടെ കണക്കൂട്ടൽ പിഴച്ചെന്ന് പറയാറില്ലേ? ഞാൻ കണക്കാക്കിയെടുത്തോളം അതെത്തിയില്ലെന്ന് പറയുന്നില്ലേ? കാര്യങ്ങൾക്കൊരു കൈയും കണക്കുമില്ല എന്ന് പറയുന്നില്ലേ? അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്ന ഒരുപാട് രൂപത്തിൽ തന്നെയാണ് കണക്കുള്ളത്. പക്ഷേ കണക്കിനോട് എല്ലാവർക്കും പേടിയാണ്. എൻ്റെ അന്വേഷണത്തിൽ കണക്കിനോടുള്ള പേടി തുടങ്ങുന്നത്, ഒരു കുട്ടി പഠിച്ചു വന്ന് ഒരു 4ാം ക്ലാസ്സിലോട്ടൊക്കെ എത്തിക്കഴിയുമ്പം നമ്മുടെ ഗുണനം ഒക്കെ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് തൊട്ടുള്ള ഗുണന പ്രവർത്തനത്തിലോട്ട് എത്തി, പിന്നെ അങ്ങോട്ട് കയറി 10ാം ക്ലാസ് വരെ എത്തി, പിന്നെ +1 +2 എത്തി. അപ്പോൾ തന്നെ കുറേ പേര് ഗണിത പഠനം ഉപേക്ഷിച്ചിട്ട് വഴിയിൽ പോകും. ഈ വീണ്ടും ഗണിതത്തിൽ ഒരല്പം താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ വീണ്ടും നമ്മുടെ പരീക്ഷാ സമ്പ്രദായങ്ങൾ അവരെ വീണ്ടും പേടിപ്പിച്ച് കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് മാറ്റം വരാനും ഏത് വലിയ മത്സര പരീക്ഷകളിലും ഗണിതം വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും?
ഇതാണ് നമ്മുടെ ഗണിത പ്രപഞ്ചം എന്നുള്ള മാത്സ് സ്പേസിൻ്റെ ഉദ്ദേശം. കാര്യങ്ങൾ സങ്കീർണമായിട്ടോ, ഒറ്റ വാക്കിൽ പറയുമ്പോൾ തീരും. പക്ഷേ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ഗണിതം താല്പര്യപൂർവ്വം എത്തിക്കാൻ പറ്റുക? ഇത് നീണ്ട കാലത്തെ ഒരു അന്വേഷണമാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ഗ്രാമത്തിൽ വളരെ ഗണിതം ബുദ്ധിമുട്ടുണ്ടായിരുന്ന കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ 10ാം ക്ലാസ് ജയിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് എൻ്റെ ജീവിതം കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലുള്ള ആൾക്കാർക്കും ഗണിതം വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗണിതത്തിൽ തന്നെ ചില കണ്ടെത്തലുകളൊക്കെ നടത്താനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരാളാണ്. അതുപോലെ തന്നെ ഒരുപാട് എളുപ്പവഴികൾ നിർദ്ദേശിക്കാൻ പറ്റിയിട്ടുണ്ട്. ടെക്നോ പാർക്കുള്ള സ്ഥാപനങ്ങളിൽ പണിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എൻട്രൻസ് സ്ഥാപനങ്ങളിൽ കുട്ടികളെ വലിയ നിലയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ആകെത്തുകയിൽ 40 വർഷത്തെ എൻ്റെ ജീവിതാനുഭവത്തിൽ 2-3 തരത്തിലുള്ള ആളുകളെ ഞാൻ കാണുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെ മുഖ്യമായിട്ട് ഇനി ഗണിതം നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിലും അല്ലെങ്കിലും കണക്ക് നീക്കുമ്പോഴേ ഒരു ഭയപ്പാടാണ്. ഈ ഭയപ്പാട് മാറ്റാൻ എന്തെല്ലാം ചെയ്യണം? അതിൽ ഞാൻ ചില നിർദ്ദേശങ്ങൾ വെറുതെ 10ാം ക്ലാസ്സിലെയും +2ലെയും ഡിഗ്രിയുടെയും ഒക്കെ കണക്ക് പഠിപ്പിച്ച് എളുപ്പമാക്കുന്ന പ്രവർത്തനം കൊണ്ട് ഒരു കാരണവശാലും ഗണിതത്തെ എളുപ്പമാക്കാൻ പറ്റില്ല. ഗണിതത്തെ സമൂഹത്തിൽ എളുപ്പമാക്കണമെങ്കിൽ വളരെ തന്ത്രപരമായിട്ടുള്ള ചില മാർഗങ്ങൾ ഉപയോഗിക്കണം. ഗണിതം രൂപപ്പെട്ടു വരുന്നതിൻ്റെ ബേസ് ആലോചിക്കണം. ആ ബേസിൽ നിന്ന് നമ്മൾ എന്തുമാത്രം അതിലൂടെ ബന്ധപ്പെട്ടിരുന്ന ചിന്തിക്കണം. ഇങ്ങനെ പല പല ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ അരിച്ചു നോക്കുക. നമ്മളെ സംബന്ധിച്ച് ഗണിതം പഠിച്ചു വരുന്നിടത്ത് ഉള്ള രീതി നമുക്കൊന്ന് പരിചയപ്പെടണമെങ്കിൽ കുട്ടികളായിരിക്കുമ്പം, അതായത് ഒരു 4ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ ഗണിതത്തോട് ഇഷ്ടം കൂടുക എന്ന് തന്നെയാണ് ആദ്യം നിർദ്ദേശിക്കാനായിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മുടെ ഈ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഈ കണക്ക് ഇഷ്ടപ്പെടുത്താൻ പറ്റുക? 2 കാരണങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ്. ഒന്ന്, ഗണിതം പഠിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആളുകളെ അവരെങ്ങനെയാണ് ഗണിതം പഠിച്ചത് എന്നും ആ ഗണിതം പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിച്ചത് കൊണ്ട് എന്ത് ഗുണമാണ് അവർക്ക് കിട്ടിയതെന്നും ഈ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്ന് തന്നെയാണ് ഗണിതത്തോട് ഇഷ്ടമാകാൻ ഉള്ള ഒരു കാരണം. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞെന്നറിയാവോ? എൻ്റെ ജീവിതാനുഭവത്തിൽ IIT-കളിലോട്ട് പോകാനായിട്ട് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ എത്തുമ്പം അവർക്ക് IIT എവിടെയാണെന്ന് കണ്ടിട്ടും കേട്ടിട്ടുമില്ല. നമ്മുടെ മലയാളികൾ വളരെ കുറവാണ്. ഈ അടുത്ത നാളിലാണ് നമുക്ക് പാലക്കാട് IIT എത്തുന്നത്. അപ്പം മുന്നോട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് കാണുന്ന നമ്മുടെ കലാലയങ്ങൾ ശരിക്കും പറഞ്ഞാൽ കലാലയ രൂപത്തിലല്ല അവിടെ കിട്ടുന്നു. മറ്റു ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് അവിടെ എത്താനായിട്ടുള്ള ആഗ്രഹം കുട്ടികൾക്ക് കുറവാണ്. അപ്പോൾ നമ്മൾക്ക് അമിതമായിട്ടുള്ള അവിടെ എത്തണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകുമ്പോഴാണ് അതിലോട്ട് എടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ബോധപൂർവം പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് ഗണിതം. അത് തന്നെയാണ്. നോക്കി, 2 ഡിജിറ്റുള്ള സംഖ്യകൾ ഗുണിക്കാൻ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ വലിയ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ആദ്യത്തെ ഒറ്റ സംഖ്യ ഗുണിക്കുമ്പോൾ തന്നെ 2 ഡിജിറ്റുള്ള നമ്പർ കിട്ടും. ഡിജിറ്റ് എന്ന് പറയുന്നത് സ്ഥാനവ്യത്യാസങ്ങളാണ്. അപ്പോൾ സ്ഥാനവ്യത്യാസങ്ങളും കൂടി ചേർത്തിട്ടൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഈ 2 ഡിജിറ്റുള്ള സംഖ്യകളെ ഗുണിക്കാൻ പഠിപ്പിക്കുന്നത് ദുഷ്കരമാണ് ആ ചെറുപ്രായത്തിൽ പഠിക്കാൻ. അവിടെ നിങ്ങളുടെ ഇഷ്ടമുള്ള ടീച്ചർ വളരെ അടുത്ത് നിന്നിട്ട് എടാ അതങ്ങനെ വെച്ചു, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്തു, അതിങ്ങനെ ചേർക്ക്, ആ ശിഷ്ടം ഇതിൻ്റെ കൂടെ കൂട്ട്, എന്താണ് കാരണമെന്ന് പറയാതെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ ചെറുപ്രായത്തിൽ ആ ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഈ 2 ഡിജിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് കണക്ക് പഠിക്കേണ്ട രീതി. അതിനോട് ഇഷ്ടം ചേർത്ത് വെച്ചിട്ട് എനിക്കിത് ഗുണം ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ പഠിക്കുന്നിടത്താണ് ഗണിതം നിങ്ങളുടെ അടിസ്ഥാന ഘട്ടങ്ങളിലെത്തുന്നത്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരിടം നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇല്ല എന്നതാണ് ഞാൻ കാണുന്ന കുറവ്. അതിൽ മാത്സ് സ്പേസ് ചെയ്യുന്നത് ഗണിത സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കാനുള്ള ഒരിടം കൊടുക്കുകയാണ്. ആ മാത്സ് സ്പേസിൻ്റെ അകത്ത് നമ്മൾ പല സബ് ഡിവിഷൻസ് കൊടുക്കുന്നുണ്ട്. മാത്സ് ലൈഫ്, അതുപോലെ മാത്സ് സ്കൂൾ, അതുപോലെ തന്നെ മാത്സ് ടോക്ക്. ഞാൻ വെറുതെ ഹൈലൈറ്റ് ചെയ്യപ്പെടാനുള്ള കുറേ പേരുകളുണ്ട്. ഇനിയും കുറേ പേരുകൾ ഞാൻ കൊടുക്കുന്നു. മാത്സ് പാർക്ക് എന്നും മാത്സ് ജീനസ് എന്നൊക്കെ വെറുതെയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഗണിത സംബന്ധമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കുട്ടികളിൽ എത്തിക്കുന്ന പ്രവൃത്തി. എന്താ മാത്സ് ലൈഫ്? എനിക്ക് ഗണിതവുമായിട്ട് ഒരു താല്പര്യവുമില്ലാത്ത എത്രയോ ആളുകൾ ജീവിതത്തിൽ വിജയിച്ച് വരുന്നുണ്ട്. പക്ഷേ
ജീവിതത്തിൽ വിജയിച്ചു വരുന്നവരെ സൂക്ഷ്മത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു എന്നുള്ളതാണ്. അവരറിയാതെ അവരുടെ മനസ്സിലൊരു കണക്കുകൂട്ടൽ നടക്കുന്നുണ്ട്. ഈ കണക്കുകൂട്ടലുകൾ തന്നെയാണ് മാത്തമാറ്റിക്സ്. അപ്പോൾ മാത്സ് അറിയാവുന്ന ഒരാൾ മാത്തമാറ്റിക്സ് പഠിക്കാതെ വിജയിച്ച ഒരാളെ അവയുടെ കണക്കുകൂട്ടലുകൾ എന്താണ് എന്ന് കണക്കാക്കി നിങ്ങളിൽ അവതരിപ്പിക്കുമ്പം കുട്ടികൾക്ക് മനസ്സിലാവും ഇവിടെ എന്തോ ഗണിതമുണ്ട്. എന്നാൽ മാത്സിൽ വളരെ പ്രാവീണ്യം നേടുന്ന ആള് അദ്ദേഹം എങ്ങനെയാണ് ഗണിതം പഠിച്ചതെന്ന് നമ്മൾ വെളിപ്പെടുത്തി കുട്ടികൾക്ക് അവതരിപ്പിക്കുമ്പോൾ, സൊസൈറ്റിയിൽ പറയുമ്പം ഇതാണല്ലേ അതിൻ്റെ മെക്കാനിസം എന്ന് കുട്ടികൾക്ക് തോന്നുമ്പോൾ അതിനൊരു അടുപ്പം ഉണ്ടാവും. ചില ജീനിയസ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. അവരെന്തുകൊണ്ടാണ് മാത്തമാറ്റിക്സിൽ ഇത്രയും ജീനിയസ് ആയതെന്ന് അവരോട് ചോദിച്ച് അവർ പറയുന്നിടം മാത്സ് സ്പേസിൽ ഉണ്ടാകുമ്പം നമുക്കിഷ്ടമുണ്ടാവും. ഇങ്ങനെ മാത്തമാറ്റിക്സിൽ ഇഷ്ടമുണ്ടാവുന്ന പല മേഖലകൾ, ചില എളുപ്പ വഴികളുണ്ട്. നമുക്ക് ദുഷ്കരമായിട്ട് നമുക്ക് 10ാം ക്ലാസ്സിലൊക്കെ തോന്നിയിരുന്ന ചില കാര്യങ്ങൾ അത് പഠിപ്പിക്കാൻ പറ്റുന്ന അധ്യാപകരെ കൊണ്ട് അവതരിപ്പിക്കും, മാത്സ് ട്രിക്ക് അവതരിപ്പിച്ച് ഇങ്ങനെയാണല്ലേ എന്നൊരു ഫീൽ ഉണ്ടാക്കുമ്പം മാത്സിനോട് ഇഷ്ടമുണ്ടാവും. പിന്നെ മാത്തമാറ്റിക്സിൻ്റെ രീതികളുണ്ട്. ആ രീതി എങ്ങനെയാണ് മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റുക, ഓർമ്മയിൽ നിലനിർത്താൻ പറ്റുക, അതൊക്കെ ഒരുപാട് സംവാദങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടാവും. അത്തരം ആളുകളെയൊക്കെ നമ്മുടെ ഈ പൊതുവേദിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണ് മാത്തമാറ്റിക്സ് പഠിക്കേണ്ടത്, ഈ രീതിയിലാണ് മാത്സ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചർച്ച ചെയ്തെടുക്കുന്ന ഒരിടമാണ് മാത്സ് സ്പേസ് മുന്നോട്ട്. നിരന്തരം ഈ മാത്സ് സ്പേസുമായിട്ട് സംബന്ധിച്ച് നിൽക്കുമ്പോൾ ഗണിത ലോകം നിങ്ങളെ പുതിയൊരു തലത്തിലോട്ട് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. മാത്സ് സ്പേസിലോട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുക.